ഗ്രാജുവേഷൻ ഡേക്ക് പോയാലോ? സാധാരണ ഞാൻ ഡിഗ്രിക്ക് പഠിക്കുമ്പോഴും എഞ്ചിനീയറിംഗിന് പഠിക്കുമ്പോഴൊക്കെ ഗ്രാജുവേഷൻ സെറമണി കേട്ടിട്ടുണ്ടെന്നല്ലാതെ ഒന്നാം ക്ലാസ്സിൽ പഠിക്കുന്ന മക്കൾക്ക് ഗ്രാജുവേഷൻ ഡേക്ക് പോകുന്നത് ഞാൻ ആദ്യമായിട്ടാട്ടോ. ചെല്ലുമ്പോഴേ വെൽക്കം എന്ന രീതിയിൽ ഒരു പൊട്ടക്കത്തിട്ട് അവർ നമ്മളെ സ്വീകരിക്കുക. നമ്മളിപ്പോൾ ഗുജറാത്തിലാട്ടോ, അവിടുത്തെ കാര്യങ്ങളാണ് നമ്മൾ കാണിക്കുന്നത്. പിന്നെ വിളക്ക് കത്തിക്കാൻ നേരം റെസ്പെക്റ്റോടെ ചെരുപ്പൊക്കെ ഊരിട്ട് ചീഫ് ഗസ്റ്റ് എന്നല്ല പ്രിൻസിപ്പൾ എന്നില്ല എല്ലാവരും നമ്മൾ വിളക്ക് കത്തിക്കുന്നത് നമ്മൾ ചെരുപ്പ് ഊരിട്ട് അവർ റെസ്പെക്റ്റോടെ കത്തിക്കുന്നുണ്ട്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ നാട്ടിലോട്ടുള്ള കേട്ടോ വെള്ളമായാലും കൂൾ ഡ്രിങ്ക്സ് ആയാലും ബിസ്ക്കറ്റ് ആയാലും പേരൻസിനും കൊണ്ട് തരുന്നുണ്ട്. അത് ഭയങ്കര നല്ല സമ്പ്രദായമായിട്ട് എനിക്ക് തോന്നി. ഉദാഹരണം മറിയത്തിൻ്റെ ഡാൻസ് ഉണ്ടായിരുന്നു, നോക്കിയൊക്കെ കളിക്കുന്നെങ്കിലും കുഴപ്പമില്ലാതെ കളിച്ചു. എന്നെ ഇങ്ങനെ നോക്കുമായിരുന്നു അവൾ. ഞാൻ ഒളിച്ചൊളിച്ചിരിക്കാൻ, എന്നാലും അവൾ എന്നെ കണ്ടുപിടിച്ചു. അപ്പോൾ എത്ര പിള്ളേരുടെ ഡാൻസ് എത്ര മനോഹരമായിട്ട് അവർ എല്ലാം കോർഡിനേറ്റ് ചെയ്ത് ചെയ്യുന്നത് കാണുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് സന്തോഷം തോന്നും. മക്കളെ നല്ലോണം അവർ കെയർ ചെയ്യുന്നുണ്ട്. അപ്പം നമ്മുടെ ഗുജറാത്തിലെ വിശേഷങ്ങളും നമ്മുടെ കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടി നിങ്ങൾ നമ്മുടെ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. പിന്നെ ഇതാട്ടോ നമ്മൾ ഓവർകോട്ട് നല്ല വലിയ പിള്ളേരൊക്കെ ഇട്ട് എഞ്ചിനീയറിങ്ങിനൊക്കെ ഗ്രാജുവേഷൻ വാങ്ങിക്കുന്നത് പോലെ സർട്ടിഫിക്കറ്റ് വാങ്ങിക്കുന്ന കാണുമ്പോൾ നല്ല രസമുണ്ടായിരുന്നു കാണാൻ. എല്ലാവരും ക്ലാപ്പൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്തു. അപ്പോൾ തിരിച്ച് വീട്ടിലോട്ട് നല്ല അടിപൊളി വെയിലത്താട്ടോ വന്നത്. തിരിച്ച് വീട്ടിൽ വന്ന് നല്ലോണം കിടപ്പായിരുന്നു, കാരണം നല്ല തലവേദന. ഇത്ര വെയിലുണ്ട് എങ്ങനെ തലവേദന എടുക്കായിരിക്കും. അപ്പോൾ നമ്മുടെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അടുത്ത വീഡിയോയിൽ അടുത്ത വിശേഷങ്ങൾ